ഇതിൽ ഈ പാമ്പ് വരാത്ത ഒരു ചെടിയുണ്ട്, അതേതാ? പാമ്പിന്റെ അസ്ഥികൂടങ്ങൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എങ്ങനെ വേണേലും ഇത് മടക്കാം, എങ്ങനെ വേണേലും ഓടിക്കാം. ഒടിച്ച് റെഡിയാക്കി ഇതേ കണ്ടോ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി കണ്ടോ. ഇത് ഒടുവ് പോലും കാണാനില്ല. ഇല്ല, നമ്മൾ സലാഡ് കഴിക്കുന്ന പോലെ പച്ചയ്ക്ക് കഴിക്കാം ഈ ചേമ്പ്. അതുപോലെ തന്നെ വയറ്റിനകത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും തോട്ടുകൂവ എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഇതിന് ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം എത്ര ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണെന്ന് കണ്ടോ. ഈ ആനയ്ക്കൊക്കെ പണ്ട് കാലത്ത് വടം ഇടുന്നത്, വടം ഉണ്ടാക്കുന്നത് കയറ് പോലെ നമ്മൾ കണ്ടിട്ടുള്ളൂ. വടം പലതരം വാഴ കണ്ടിട്ടുണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇതേപോലെ കൊല വന്നേക്കുന്നുണ്ടോ. ലൈറ്റ് അടിക്കുകയോ പ്രകാശം ചൊരിയോ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കും. നമ്മുടെ കണ്ണിന്റെ ഐ പവർ കംപ്ലീറ്റ് കുറച്ച് സമയത്തേക്ക് പോകും. അതായത് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ചെടി ഭൂമിയിലുണ്ടെങ്കിൽ അത് തൊഴുകണ്ണി മാത്രമാണ്. ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു അടിപൊളി ഒരു മരമാണ്. ഇതിന്റെ വിശേഷങ്ങൾ എന്തുവാ? പ്രധാനമായിട്ട് ചെയ്യുന്നത് ലിവർ ക്യാൻസർ, ലിവർ സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ്, സോറിയാസിസ്, പക്ഷവാതം. സന്തോഷം, നമസ്കാരം. 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 നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ കാസർഗോഡാണ് നിൽക്കുന്നത്. എന്തിനാണ് ഇവിടെ വന്നത്? വളരെ സന്തോഷമുണ്ട് മനസ്സിന്. കാരണം 6 ഏക്കറില് ഏകദേശം 1000 ഔഷധ ചെടിയാണ് ഇവിടെ. ഇവിടുത്തെ വൈദ്യനുണ്ട്, അതുപോലെ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് 2 മക്കളും ഡോക്ടർമാരാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ് നമ്മളെ പലരും വിളിക്കാറുണ്ട്. ഈ വിദേശ രാജ്യത്തൊക്കെ പോകാൻ പറ്റാറില്ല ഇത് ടെസ്റ്റ് ചെയ്താലൊക്കെ. അപ്പൊ ഒരു 6 മാസം 1 വർഷം കൊണ്ടൊക്കെ മരുന്ന് കൊടുത്ത് പല ആൾക്കാർക്കും നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറെയും വൈദ്യരെയും എല്ലാം നമുക്ക് നേരിട്ട് കാണാം. അതുപോലെ ക്യാൻസർ പോലുള്ള ഏറ്റവും മാരക രോഗങ്ങൾക്കൊക്കെ വളരെ ശമനം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാം. അതിലൂടെ വഴിയൊന്നും രക്ഷയില്ലല്ലേ? വഴി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ 2 സൈഡിലും ഔഷധ ചെടികളാ. ഇതാണ് വൈദ്യരുടെ വീട്. നമുക്ക് വൈദ്യരെ പരിചയപ്പെടാം. നമസ്കാരം വൈദ്യരെ. പേര്? ഞാൻ മാത്തുക്കുട്ടി വൈദ്യര്. ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 6 ഏക്കർ സ്ഥലമുണ്ട്. 6 ഏക്കർ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള കുറെ ഔഷധങ്ങൾ. കാരണം നമ്മൾ ഈ ഔഷധത്തെ സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. എത്ര ടൈപ്പ് മരുന്നുകളുണ്ട് ഇവിടെ? 3000 മെഡിസിൻസ് ഉണ്ട് ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇവിടെയുണ്ട്. ഇതെല്ലാം നമ്മൾ പരിപാലിച്ചുകൊണ്ട് വരികയാണ്. കാരണം നമ്മൾ ഫോറസ്റ്റ്, മെഡിസിൻ, ഫ്രൂട്ട്സ്, ഫ്ലവർ, അങ്ങനെ 4 വെറൈറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മരുന്നുകളെല്ലാം നമ്മൾ ഈ ഒരു നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി, അതെ, നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് മരുന്നുകൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇദ്ദേഹം പാരമ്പര്യമായിട്ട് വൈദ്യൻ എന്നുള്ള രീതിയിൽ വൈദ്യം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ 3 മക്കളുണ്ട്. ആ 3 മക്കളും ടോപ്പായിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് 2 മക്കൾ ഡോക്ടർമാരായിരുന്നു. അതെ, 2 പേരായി, ഒരാൾ ശ്രമിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ലിമ മാത്യു. ബാംഗ്ലൂർ ജയനഗറിലുള്ള സപ്താർച്ചി ആയുർവേദയിലെ ക്യാൻസർ രോഗ വിദഗ്ധയാണ് ഞാൻ. കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് ഇന്ത്യയിലുടനീളം ഒരുപാട് ക്യാൻസർ രോഗികൾക്ക്, 100 കണക്കിന് രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ആയുർവേദത്തിലൂടെ സാന്ത്വന ചികിത്സ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ 6 ഏക്കറിൽ നിൽക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഔഷധ ചെടികൾ, അതെ, ഇത് തന്നെ ഒരു അത്ഭുത ചെടിയാണ്. ഇത് ഗരുഡപ്പച്ച എന്ന് പറയുന്നത്. ഗരുഡപ്പച്ച 3 ടൈപ്പ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മള് നോർമലി കാണുന്ന ഗരുഡപ്പച്ച നിൽക്കുന്ന, ഇത് സാധാ ചെടി പോലെ ചെടി പോലെ നമ്മൾ വീട്ടിൽ വെക്കാറുണ്ട്. പക്ഷെ ഒറിജിനൽ ഗരുഡപ്പച്ച ഇതാണ്. ഇത് എത്ര ഉണക്കുണ്ടെങ്കിലും വെള്ളത്തിലിട്ടാ. ഇനി ഇത് കൂടാതെ നമ്മുടെ മണ്ണിൽ നോർമലായിട്ട് മഴക്കാലം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗരുഡപ്പച്ച ഉണ്ട്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഉണങ്ങിപ്പോയാൽ പോലും വെള്ളത്തിലിട്ടാൽ വീണ്ടും ഇത് ജീവിക്കും. അതാണ് ഈ ചെടി ഒരു പുനർജീവനമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചാൽ ആരും ഉയർക്കില്ല. പക്ഷേ യേശുക്രിസ്തു മാത്രമേ ഉയരത്തിലുള്ള നമ്മൾ ചരിത്രം പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചെടിക്ക് അങ്ങനെയല്ല. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും ജീവിക്കും. അതിനെക്കാട്ടി വേറൊരു വലിയ സംഭവം കാണാം. ഇത് മരമഞ്ഞൾ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത്രയും വണ്ണം എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും മരമഞ്ഞൾ പിടിച്ചു കിട്ടാൻ തന്നെ പാടാണല്ലേ? ഇല്ല, മരമഞ്ഞൾ എല്ലായിടത്തും പിടിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ വിത്ത് നട്ടാൽ ഈ മരമഞ്ഞളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പൂ ഉണ്ടാവും. ഭയങ്കര രസം ഇത് കാണാൻ. എല്ലാ തരം ഷുഗറുകൾക്കും നമ്മുടെ ഈ മരമഞ്ഞൾ ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എല്ലാ തരം ഷുഗറുകൾക്ക് ഇത് മരമഞ്ഞൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു അടിപൊളി ഒരു മരമാണ്. ഇതിന്റെ വിശേഷങ്ങൾ എന്തുവാ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടായതാണ്. അതായത് അത്തിയാണ്. അത്തിയുടെ കുടുംബത്തിൽപ്പെട്ട നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ഇതിന് കാട്ടത്തി എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിത് ഉപയോഗിക്കാം. അത്തിയുടെ കായ എടുക്കാൻ നമുക്ക് കള്ള് ഉപയോഗിക്കാം. കള്ള് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു വേര് പൊട്ടിച്ച് നമുക്ക് വേണമെങ്കിൽ കുപ്പിയിലേക്ക് വെച്ചാൽ കള്ള് പോലെ വരും. അതും മരുന്നാണ്. അത്തിയുടെ തൊലി, അതായത് 40 മരം എന്ന് പറയുന്ന അത്തി, ഇത്തി, അരയാൽ, പേരാൽ 4 വൃക്ഷത്തിൻ്റെ തൊലികളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള അത്തിയാണ് ഈ സാധനം. ഇതിൻ്റെ തൊലിയും മരുന്നാണ്. അപ്പോൾ തൊലി മരുന്നാണ്, വേര് മരുന്നാണ്, ഇതിൻ്റെ കായ് മരുന്നാണ്. കാരണം ഒരുപാട് രോഗങ്ങൾക്ക് ഇത് മരുന്നാണ്. പറയുന്നത് 3 ഗ്രന്ഥങ്ങളിലുള്ള ഏകവൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് അത്തിയാണ്. ഒന്ന്. രണ്ടാമത് ഇത് സ്വന്തം ഉണ്ടാകുകയാണ്. അതുപോലെ ഹിന്ദുശാസ്ത്രത്തിൽ ഈ അത്തിക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്.
അവരെല്ലാ ദിവസവും അത്തിത്തറയിൽ വിളക്ക് വയ്ക്കും. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ 3 പേര് അധിവസിക്കുന്ന വൃക്ഷമാണ് അത്തി എന്നാണ് പറയപ്പെടുന്നത്. ഈ അത്തി നമ്മളെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് വീടിന് മുമ്പിൽ. അപ്പൊ അതാണ് ഈ അത്തിയെ നമ്മളും കളയാതെ ഇങ്ങനെ തണല് തരുന്നു, ഓക്സിജൻ കിട്ടുന്നു. ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് അത്ഭുതകരമായ ഒരു ചെടിയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന പോലെയല്ല. തൊഴുകണ്ണി എന്നാണ് പറയുന്നത്. തൊഴുകണ്ണി എന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാമനാമ പച്ച എന്നും പറയും. അതായത് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ചെടി ഭൂമിയിലുണ്ടെങ്കിൽ അത് തൊഴുകണ്ണി മാത്രമാണ്. ലോക സമസ്തോ സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏക ചെടി ഉണ്ടെങ്കിൽ അത് തൊഴുകണ്ണി മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇതിന്റെ വർക്കിംഗ് നടക്കും. ഇത് നമ്മൾ ലിഫ്റ്റിക്ക് ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ലിഫ്റ്റിക്ക് ഉണ്ടാക്കുന്ന ചെടിയാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ് ഇത് സാധനം. അപ്പോൾ ഇതിലെ ഈ ഒരു ചെടിക്ക് ഒത്തിരി പ്രത്യേകത, എന്തൊക്കെ പ്രത്യേകതയാണ്? ഇതിന് പേരെന്ത് വരുന്നത്? ഇത് ചതുരമുല്ലയാണ്. ഇത് നമ്മുടെ ഒടിവ്, ചതവ് പോലുള്ള രോഗങ്ങൾക്കും അതോടൊപ്പം വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെ വേണേലും ഇത് മടക്കാം, എങ്ങനെ വേണേലും ഓടിക്കാം, പൂർണ്ണമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കിത്. ഞാൻ ഇത് നന്നായിട്ട് ഒടിച്ച് റെഡിയാക്കി ഇതേ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി. ഇനി ഇതേ ഇവനെ നോക്കാൻ പോവാ. മറ്റൊരു ചെടികൾക്കും ഇല്ലാത്ത ഒരു അത്ഭുതകരമായ കണ്ടോ, ഇത് ഒടിവ് പോലും കാണാനില്ല. ഇല്ല. ഇതേ അത്ഭുതകരമായിട്ടൊരു ചെടി കാണാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നമ്മൾ തെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ല പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പേര് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ തോട്ടുകൂവ എന്നാണ്. തോട്ടുകൂവ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇതിന് ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കിണറൊന്നും ഇല്ലായിരുന്നു. തോട്ടിലായിരുന്നു കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളം നമ്മൾ തോട്ടിലെ വെള്ളം എടുത്താൽ കുടിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും രോഗങ്ങൾ ആർക്കും ഇല്ലായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളോ മഞ്ഞപ്പിത്തോ പോലുള്ള ഒരു രോഗങ്ങളും നമുക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അതിനൊരു കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ചെടിയാണ്. അതായത് ഏത് വെള്ളത്തെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു അത്ഭുതകരമായ ഒരു ചെടിയാണിത്. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, വെള്ളം കോരുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെ പായലുണ്ട്. ഇതിനകത്ത് പായലുകളടക്കം. അപ്പൊ ഇപ്പൊ നമ്മള് കാഴ്ച കണ്ടാ വിചാരിക്കും വെള്ളം എങ്ങനെയിരിക്കും. വൈദ്യുതി കോരി കാണിച്ചേ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം എത്ര ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണെന്നുണ്ടോ. തെളിഞ്ഞ വെള്ളം നോക്കിയേ. ഈ പായൽ നോക്കിയിട്ട് ഈ വെള്ളം നോക്കിയേ. അതെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഒരു വെറൈറ്റി ചേമ്പാന്നല്ലോ, നീല കളർ, എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൻ ചേമ്പെന്ന് പറഞ്ഞാൽ ആ ടൈപ്പല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ദക്ഷിണ കർണാടകത്തിലുള്ള ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സലാഡ് കഴിക്കുന്ന പോലെ പച്ചയ്ക്ക് കഴിക്കാം. ഈ ചേമ്പ് അതുപോലെ തന്നെ വയറ്റിനകത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ക്യാൻസർ അടക്കം മാറ്റാൻ കഴിവുള്ളൊരു ചെടിയാണ് ഇതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആദിവാസികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റു കേരളത്തിൽ ഈ ചെടികളില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ മണ്ണിലുണ്ടെങ്കിലും ഏത് ജീവി കണ്ടാലും ഇത് തിന്നും. ഇതിനെ സംരക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുകൊണ്ട് ചട്ടിക്കകത്ത് വെച്ചോണ്ട് ഇത് വളരാത്ത ഇത്ര വണ്ണം വരെ വരും. ഇതിന് നമുക്കിപ്പോൾ എന്ത് തരം ചികിത്സ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ലിവർ ക്യാൻസർ, ലിവർ സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ്, സോറിയാസിസ്, പക്ഷവാതം, ഈ രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള ഏറ്റവും പാടുള്ള കാര്യങ്ങൾ. അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത്. പിന്നെ ക്യാൻസർ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. റേഡിയേഷനൊക്കെ കീമോയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. അവസാന സ്റ്റേജിലുള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ചികിത്സിക്കാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഇതുവരെ ഓങ്കോളജി എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ലായിരുന്നു. ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോഴും ആൾക്കാർക്ക് അത് ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം വന്നിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബെൽഗാം യൂണിവേഴ്സിറ്റിയിൽ മാത്രം 2 സീറ്റേ ഉള്ളൂ MD കഴിഞ്ഞവർക്ക്. അത് ഡയറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് പുള്ളിക്കാരത്തി. ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്, പുള്ളിക്കാരത്തി ഇവിടെ എല്ലാ മാസവും വരാറുണ്ട്. ക്യാൻസറിനാണ് പുള്ളി ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പം വൈദ്യന്മാരുടെ അടുത്ത് പോകാന്ന് പറയുമ്പം കൃത്യമായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്തിയിട്ടല്ല ഈ ചികിത്സ നടത്തുന്നതെന്ന്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ മകൾ ഏറ്റവും നല്ലൊരു ഡോക്ടറാണ്. അപ്പം ക്യാൻസറിനാണ് ഏറ്റവും കൂടുതലും പഠനങ്ങൾ നടത്തുന്നത്. ഈ ക്യാൻസർ ആയാലും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B ആണെങ്കിലും ഇപ്പം B ഉള്ളവർ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പം വിദേശ രാജ്യത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്, അപ്പൊ അതൊന്ന് മാറ്റി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താണ്? തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസിന്റെ പല രീതിയിലുള്ള ഘട്ടങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പൊ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 6 മാസം കൊണ്ട് തന്നെ ആ രോഗം മാറ്റാൻ പറ്റും. പക്ഷെ വർഷങ്ങൾ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു പല അവയവങ്ങളെ അത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് രോഗിയെ നിലനിർത്താൻ വേണ്ടിയാണ് ചെയ്യുക. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ ഇതിന് ഒരിടത്തും ഒരു ചികിത്സയില്ല. അങ്ങനെ ചികിത്സിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ശരി. അപ്പൊ ഇത് 1-2 വർഷം ഇപ്പൊ എത്ര വർഷമായി? ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷമായി. 25 വർഷം ഞാൻ ഈ ഹെപ്പറ്റൈറ്റിസിന്റെയും ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെയും പുറകിലായിരുന്നു നടന്നത്. അപ്പൊ അങ്ങനെ ഒരു പഠനത്തിലാണ് ഈ ഒരു സാധനം കിട്ടിയത്. അങ്ങനെ ഒരു പഠനത്തിൽ നിന്നാണ് എന്റെ മകള് പോലും
എൻ്റെ ഈ പാത പിന്തുടർന്നു അവൾ ഇന്ത്യയിലെ 3ാമത്തെ ഡോക്ടറാകാനുള്ള ഒരു കാരണം പോലും തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു താല്പര്യം തന്നെ. മാത്രമല്ല ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്ന ഈ ചെടികളെന്ന് പറഞ്ഞാൽ വെറുതെ നട്ടേക്കുന്നതല്ല, ശരിക്കും സംരക്ഷിക്കാനും അത് കൂടാതെ തന്നെ ഇതിന്റെ മരുന്നുകളാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. തീർച്ചയായിട്ടും നമ്മൾ ആയുധമില്ലാത്ത പോരാളി എത്ര മിടുക്കനാണെങ്കിലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെ ആയുധമാണ്, എൻ്റെ ആയുധം ഈ ചെടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരവസ്ഥയിൽ ജീവിക്കുന്നത്. ചെറുപ്പം മുതലേ പാരമ്പര്യ രീതിയിലുള്ള ചികിത്സകൾ, ആയുർവേദ ചികിത്സകൾ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാൻസർ രോഗികൾ, മറ്റു മാരക രോഗവുമായി ബുദ്ധിമുട്ടുന്നവരൊക്കെ ആയുർവേദത്തിലൂടെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുള്ളത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയുർവേദ രീതിയിലൂടെ ക്യാൻസർ രോഗികൾക്ക് എങ്ങനെയൊക്കെ സാന്ത്വനമേകാമെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ 2 വർഷത്തെ റെഗുലർ ഫെലോഷിപ്പ് ചെയ്യുകയും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം കേലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ 2 വർഷം ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മംഗലാപുരത്ത് എൻ്റെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് തുടങ്ങി 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. ശേഷം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാനിവിടെ ബാംഗ്ലൂരുണ്ട്. അതുപോലെ ഈ മരുന്ന് കഴിക്കുന്നവർക്ക് പഥ്യം കൂടുതലായിട്ടുണ്ടോ? ഇല്ല, നമ്മളിവിടെ വരുന്ന ആൾക്കാരുടെ 100% ഒരു ആവറേജ് പഥ്യം എന്ന് പറയുന്നത് ഇപ്പം കഴിക്കുന്ന കോഴിയിറച്ചി, കോഴിമുട്ട പോലെയുള്ള പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ കൊടുക്കുക. ബാക്കിയൊന്നും നമ്മളിവിടെ ആൾക്കാരെ ശല്യം ചെയ്യാം. അപ്പം മാന്യമായിട്ടുള്ള പഥ്യം, കൃത്യമായിട്ടുള്ള പഥ്യം കൊടുക്കുള്ളൂ. വെറുതെ രോഗികളെ നിങ്ങൾ ആയുർവേദമാണ് കഴിക്കുന്നത് അതുകൊണ്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. ഈ കാണുന്ന 6 ഏക്കറിലാണ് ഇത്രയും മരുന്നുകൾ നിൽക്കുന്നത്. കടമ്പൊക്കെ നിൽക്കുന്നുണ്ടോ? ഇതേപോലുള്ള അത്ഭുത ചെടികളാണ് ഫുള്ള് നമ്മൾ നിൽക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ വെറൈറ്റി, നമ്മൾ ഈ നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡന്റെ പേര് തന്നെ വെച്ചിരിക്കുന്ന ഈഡൻ ബോട്ടാണിക്കൽ ഗാർഡൻ എന്നാണ്. അതായത് ഏതൻ എന്ന് പറയുമ്പോൾ എല്ലാ ചെടികളും വേണം, ഗുണമുള്ളതും ഗുണമില്ലാത്തതും വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ പേര് പോലും സെലക്ട് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 3000 വെറൈറ്റി ഉണ്ടെന്ന് നമ്മൾ വെറുതെ ഒരു വിഡ്ഢിത്തരം പറയുന്നതല്ല. കൃത്യമായിട്ട് നമുക്ക് എണ്ണി കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും. പലതരം വാഴ കണ്ടിട്ടുണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇതേപോലെ കൊല വന്നേക്കുന്നുണ്ടോ? ഈ വാഴയുടെ പേരെന്തുവായിരുന്നു? ഇത് കല്ലുവാഴയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് സ്ത്രീ രോഗങ്ങൾക്ക് അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഉപയോഗിക്കാം, മൂത്രത്തിൽ കല്ലിന് ഉപയോഗിക്കാം. അങ്ങനെ ഇത് ഓരോ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ശുക്ലസ്രാവം എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്ക് ഉണ്ടാവും, അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മരുന്നാണ്. ഇതൊരു ചെടി. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൺട്രോത്തുരുത്തൊക്കെ പോയപ്പം സൈഡ് മൊത്തം നിന്നൊരു ചെടിയായത്. ശരിക്കും ഇത് നാട്ടിൽ ഇങ്ങനെ പിടിക്കുന്നത് വളരെ അപൂർവമാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയുള്ള ചെടിയും ഈ പറഞ്ഞ 6 ഏക്കറിൽ വന്നാൽ കാണാൻ പറ്റുമെന്നാണ് ഇതിന്റെയൊക്കെ ഒരു തെളിവ്. നമ്മുടെ സന്യാസിമാരുടെയൊക്കെ കയ്യിലുണ്ടാകുന്ന കമണ്ടലു എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാത്രം പോലെ കാണാം പലരുടെ കയ്യിലും. അടിപൊളി ഒരു ചെടി കാണാം. ഈ ചെടിക്ക് എന്താ പ്രത്യേകത? റിഫ്ലക്ഷൻ ട്രീ എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ അത് മാത്രമല്ല, ഇതിന് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ചെടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. വെള്ളം ശേഖരിക്കാനുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം ശേഖരിക്കുന്ന ഒരു ചെടിയാണ് ബോട്ടിൽ പാം എന്നും ബയോബാ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. അതെ, അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് അടിക്കുകയോ പ്രകാശം ചൊരിയോ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കും. നമ്മുടെ കണ്ണിന്റെ ഐ പവർ കംപ്ലീറ്റ് കുറച്ച് സമയത്തേക്ക് പോകും, ബ്ലാങ്ക് ആവും. ഇതിൽ ഈ പാമ്പ് വരാത്ത ഒരു ചെടിയുണ്ട്, അതേതാ? ഇതാ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മളത് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അണലി വേഗം എന്ന് പറയുന്ന ചെടി. ഇതിന് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്. അതുപോലെ ഇത് അറിഞ്ഞതും മനസ്സിലാക്കുന്നതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാമ്പിൻ്റെ അസ്ഥികൂടങ്ങൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ചെടി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് ഈ ചെടിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ആദിവാസി ഊരുകളിലെല്ലാം ഈ ഇതിൻ്റെ തോല് അല്ലെങ്കിൽ വേര് ഇതെല്ലാം പാമ്പ് കടിക്കുള്ള ഔഷധമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെട്ടുകല്ല് കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോന്നും കറക്റ്റ് തിരിച്ച് ഈ മരങ്ങളെ എല്ലാം സംരക്ഷിച്ചേക്കുന്നത്. ഇതാണ് ഒറിജിനൽ കൃഷ്ണമാണ്. ഇതിൽ പൂ ഉണ്ടായി കഴിഞ്ഞാൽ കൃഷ്ണന്റെ അതേ വർണ്ണമാണ്, ഒറിജിനൽ കായാമ്പൂ. വയ്യങ്കത എന്ന് പറയും. നമ്മുടെ കാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, നമ്മുടെ നാട്ടിലുണ്ടാകുന്നതല്ല. ഇതിന് മുള്ളുണ്ടാകും കൂടുതൽ. അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക പോലെ ഒരു കായാണ് ഇതിനുണ്ടാകുന്നത്. അത് നമ്മൾ അച്ചാറിടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ ഓർക്കുക, ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം ക്യാൻസറിൻ്റെ സിദ്ധൌഷധമാണ് എന്ന് വിചാരിച്ച് ആരും ഇത് തിളപ്പിച്ച് കുടിച്ച് ക്യാൻസർ മാറി എന്ന് പറഞ്ഞേക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ മരുന്നുകൾ ചേർക്കണം. ഞാനിവിടെ പറഞ്ഞ എല്ലാ ചെടികൾക്കും, എല്ലാ വൃക്ഷങ്ങൾക്കും, എല്ലാ ചെടികൾക്കും 100% സൈഡ് എഫക്റ്റ് ഉണ്ട്. ഏകമൂലികയല്ല. നമ്മൾ വിചാരിക്കാം എല്ലാവരും പച്ചമരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. അങ്ങനത്തെ ഒരു പച്ചമരുന്നല്ല ഞാൻ ഈ പറയുന്നതെല്ലാം. അതിന് കൂടുതലെല്ലാം പല മരുന്നുകളും ചേരാനുണ്ടെങ്കിൽ മാത്രമേ അത് മരുന്നാവുള്ളൂ. മുളയുടെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ഇത് കറുത്ത മുളയില്ലയോ? ഇവിടെ 17 വെറൈറ്റി മുളകൾ തന്നെ ഉണ്ട്. ഇത് കറുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ മുളകളിൽ ഏറ്റവും ടോപ്പ് ഗോൾഡൻ മുളയാണ്. ഗോൾഡനിൽ തന്നെ പെൻസിൽ ബാമ്പും ഉണ്ട്. അതുകൊണ്ട് അത് വേറെ. ശിംശിപ ചെടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ പൂവ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. അതുപോലെ ഇതിന്റെ തളിരും ഒരു പൂവിന്റെ കളറിലാണ് വരുന്നത്. സീത, അതായത് രാവൺ ലങ്കയിൽ കട്ടുകൊണ്ട് പോയ സീത ഇരുന്നത്
ഈ ശിംശിബ ചെടിയുടെ ചോട്ടിലാണെന്ന് അശോക വനത്തില് അശോകവനത്തിൽ. ഇത് കാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ഒരു മരമാണ്. ഇതിൻ്റെ പേര് വക്ക എന്നാണ്. ഈ ആനയ്ക്കൊക്കെ പണ്ട് കാലത്ത് വടം ഇടുന്നത്, വടം ഉണ്ടാക്കുന്നത്, കയറ് പോലെ നമ്മൾ കണ്ടിട്ടുള്ളൂ, വടം മരം വലിക്കാനൊക്കെ, അത് ഇതിന്റെ തൊലി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. അതാണ് ഈ മരത്തിന്റെ പ്രത്യേകത. പിന്നെ തീരത്തില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്. ഇത് ഫുള്ള് കാണാനായിട്ട് ഒരു ദിവസം പറ്റത്തില്ല. അത്രയ്ക്ക് റയർ ചെടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ മോനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? ലിനക്സ് മാത്യു. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്തുവാ? ആർഷ ആയുർവേദ. ശരിക്കും ഇവിടെ വരേണ്ടത് എങ്ങനെയാ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കാസർഗോഡ് വന്നിട്ട് അവിടെ നിന്ന് പുത്തൂർ ബസ് കിട്ടും. പുത്തൂർ ബസ് പിടിച്ചിട്ട് അടിയനടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഏകദേശം കാസർഗോഡ് നിന്ന് ഒരു 38-40 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഓട്ടോ കിട്ടും. ഓട്ടോയിൽ മാത്തുക്കുട്ടി വൈദ്യരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോകും. എല്ലാവർക്കും അറിയാം കേട്ടോ ആ ഒരു പേര് പറഞ്ഞാലേ. ആരോട് പറഞ്ഞാൽ അറിയും. പിന്നെ കർണാടകയും ബാക്കിയുള്ള കർണാടകം ബാക്കിയുള്ള പുറത്തുള്ളവർക്കാണെങ്കിൽ ബാംഗ്ലൂർ ഞങ്ങൾക്ക് ക്ലിനിക് ഉണ്ട്. എൻ്റെ ചേച്ചിയാണ് നടത്തുന്നത്. മെയിൻലി ഞങ്ങൾ പ്രധാനമായിട്ടും ക്യാൻസറാണ് അവിടെ സ്പെഷ്യൽ. ചേച്ചി ക്യാൻസർ ഓങ്കോളജിസ്റ്റ് ആണ്. ആയുർവേദ BMS പഠിച്ച ഡോക്ടറാണ്. ക്യാൻസർ ഓങ്കോളജിസ്റ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ പോയി കൺസൾട്ട് ചെയ്യേണ്ടവർക്കുണ്ട്, അവിടെ കൺസൾട്ടേഷൻ നടത്താം. ഇനി ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് വേണ്ടത്. അതായത് ഇപ്പോൾ ദൂരെ ഉള്ളവരാണ്, ഓൺലൈൻ വഴി നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ വേറെ സംവിധാനം വഴി ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മരുന്ന് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ വരുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വരണമല്ലയോ? ഇവിടെ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരുന്നവർക്ക് ഒരു പ്രാവശ്യം ഇവിടെ വരണം. ബാക്കി പിന്നീട് നമുക്ക് മരുന്ന് അയച്ചു കൊടുക്കാനാണ് എല്ലാ പ്രശ്നം. അപ്പോൾ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചാൽ മതി.